തിരുവനന്തപുരത്ത് നിന്ന് നിർബൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നിർബൻ, 80 ലക്ഷം രൂപ പിരിച്ചെടുത്തു എന്ന കണക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഉയർന്നു കേട്ടത്. പക്ഷേ നിർബൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം ഇറങ്ങി പിരിച്ചാൽ 80 ലക്ഷം രൂപയെ പിരിഞ്ഞു കിട്ടുകയുള്ളൂ. ആ കണക്കിൽ ഒരു വിശ്വാസ്യതക്കുറവില്ലേ? ആ തുക തന്നെ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇവർ 80 ലക്ഷം പിരിഞ്ഞു കിട്ടി എന്ന് പറയുന്നതിൽ തന്നെ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം വരുന്നില്ലേ? അതിൽ കൂടുതൽ തുക പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടാവില്ലേ? മനു, യൂത്ത് കോൺഗ്രസ് എന്ന് ഈ പരിപാടി പ്രഖ്യാപിച്ചത്, അതായത് 30 വീടുകൾ വയനാട് മുണ്ടക്കയിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേരിട്ട് വച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ നടത്തുന്നു. അതിനനുസരിച്ചിട്ട് അവരുടെ സംഘടന നിർദ്ദേശം നൽകിയത് 140 മണ്ഡലങ്ങളിൽ 2 ലക്ഷം രൂപ വെച്ച് ഏകദേശം 2.5 കോടി രൂപയോളം പിരിച്ചെടുക്കുകയായിരുന്നു അവരുടെ ടാർഗറ്റ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ പിരിവ് നടത്തി, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തുക വീതിച്ച് നൽകുകയും ചെയ്തു. ഇതനുസരിച്ചിട്ട് പിരിവ് നടത്താനാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിൽ പഠന ക്യാമ്പിൽ നടത്തിയ സംസ്ഥാന ക്യാമ്പിൽ ഇത് സംബന്ധിച്ച കണക്കുകൾ പ്രവർത്തകർ, വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ അവിടെ ചോദ്യമായി ഉന്നയിച്ചു. എത്ര രൂപയാണ് പിരിഞ്ഞു കിട്ടിയത്, എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല? അത് വലിയ തരത്തിൽ ജനങ്ങൾക്കിടയിൽ മോശമായ അവസ്ഥ സംഘടനയെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ജനങ്ങളിടയിൽ ഇറങ്ങി സംസാരിക്കുമ്പോൾ പലരും തങ്ങളോട് ചോദിക്കുന്നു. കാര്യം നേരത്തെ ഷാജഹാൻ പറഞ്ഞതുപോലെ ചില കമ്മിറ്റികൾ ഈ പണം കൃത്യമായി പിരിച്ചു കൊടുത്ത കമ്മിറ്റികളുണ്ട്. ചില കമ്മിറ്റികളിൽ നിന്ന് ജില്ലാ കമ്മിറ്റി സ്കൂട്ടണി ചെയ്ത് പണം ഏൽപ്പിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കണക്കാണ്. 83 ലക്ഷം രൂപ എന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന തുകയുടെ ആകെ കണക്ക്. 83 ലക്ഷം രൂപ കിട്ടിയെന്നാണ്. പക്ഷേ ഈ പണം ബാക്കി ലഭിക്കാത്തതാണോ? ഏതെല്ലാം കമ്മിറ്റികളാണ് തന്നത്? എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ യൂത്ത് കോൺഗ്രസ്സിന് ആയില്ല എന്ന കാര്യം സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ക്യാമ്പിൽ ഒരു തരത്തിലുള്ള ഉത്തരവും നൽകാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, അതൊരു ക്യാമ്പല്ലാതായി മാറി എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ കൂടിയുണ്ട്. കാരണം സാധാരണ സംഘടനാ പ്രമേയം എന്ന് പറയുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് അവതരിപ്പിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് സാധാരണ ഇത് അവതരിപ്പിക്കാനുള്ള ചുമതല നൽകുക. ഇത് അവതരിപ്പിക്കാൻ അരിത ബാബുവാണ് ഇത് അവതരിപ്പിക്കേണ്ടത്. പക്ഷേ ആലപ്പുഴയിൽ വെച്ചിട്ട് നടന്നിട്ട് പോലും അരിത ബാബുവിനെ ഈ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി. മാത്രമല്ല, 14 ഈ പ്രമേയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ചയാണ് ക്യാമ്പുകൾ നടത്തുക. ആ ചർച്ചയ്ക്കുള്ള അവസരം പ്രതിനിധികൾക്ക് നൽകിയില്ല. അവർ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന ജനറൽ സെക്രട്ടറിമാരുടെ പേര് അവിടെ എഴുതി ചേർക്കുകയും 14 ജില്ലകളിൽ നിന്ന് അവർ അപ്പോൾ അംഗീകരിച്ച ലിസ്റ്റ് അനുസരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത് പ്രമേയം അവതരിപ്പിച്ച് പിരിയുകയാണ് ചെയ്തത്. പല നേതാക്കളും തിരുവനന്തപുരം ജില്ലയിൽ നിന്നടക്കം കൊച്ചിയിൽ നിന്നടക്കം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജില്ലയിലെ നേതാക്കൾ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തു. അത് മാത്രമല്ല, ഒരു കാര്യത്തിലെ ചർച്ച നടന്നില്ല എന്നാണ്. സാധാരണ ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഘടനാ റിപ്പോർട്ടുണ്ടാവും. അത് സംബന്ധിച്ച് ക്യാമ്പിൽ ഒരു സംഘടനാ പ്രമേയം ഉണ്ടാവും, മറ്റു പ്രമേയങ്ങളും ഉണ്ടാവും. ഈ പ്രമേയം ഇവിടെ വെച്ച് ഇവിടെ യൂത്ത് കോൺഗ്രസ്